ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊരു ബ്ലെൻഡർ ബിഗിനർ ആണെങ്കിൽ എൻ്റെ ഇതേ ചാനലിലുള്ള പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഗം കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ സ്നാപ്പ് സെറ്റിംഗ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒബ്ജക്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ സ്നാപ്പ് എനേബിൾ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് സ്നാപ്പിൽ എനേബിൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇൻക്രിമെൻ്റ് ആണ് എനേബിൾ ആയിട്ട് കിടക്കുന്നത്. ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യൂബ് സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഏതോ ഒരു ഗ്രിഡിൻ്റെ അലൈൻമെൻറ്റിൽ ലോക്ക് വന്നിട്ട് കാണാൻ പറ്റും. പക്ഷേ കറക്റ്റ് ഗ്രിഡിൽ സ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ അബ്സല്യൂട്ട് ഗ്രിഡ് സ്നാപ്പ് എനേബിൾ ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ആ ക്യൂബ് മൂവ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഗ്രിഡിൽ അത് സ്നാപ്പ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ വെർട്ടെക്സിൽ എങ്ങനെ സ്നാപ്പ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് വെർട്ടെക്സ് ക്ലിക്ക് ചെയ്യും. ശേഷം ഈ ക്യൂബ് മൂവ് ചെയ്ത് ഈ വെർട്ടെക്സിനടുത്തേക്ക് കൊണ്ടുവന്നാൽ വെർട്ടെക്സ് തമ്മിൽ ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നിടത്ത് അത് സ്നാപ്പ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്ന് ജി പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത് വരുന്നിട്ട് സ്നാപ്ഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സ്നാപ്പിൻ്റെ നമുക്ക് ടെമ്പററി ആയിട്ട് എനേബിളും ഡിസേബിളും ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇത് ഡിസേബിൾ ചെയ്യുന്നു. അതിനുശേഷം ഈ ക്യൂബ് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം ഞാൻ ജി പ്രസ് ചെയ്ത് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അടുത്തെത്തുമ്പോൾ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്താൽ സ്നാപ്പ് ടെമ്പററി ആയിട്ട് എനേബിൾ ആവും. ഇത് നമുക്ക് മോഡലിങ്ങിന് വളരെയധികം യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് അടുത്തത് എഡ്ജ് നോക്കാം. ഞാൻ എഡ്ജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ക്യൂബ് ഞാൻ ഈ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കൺട്രോൾ എനേബിൾ ചെയ്യുമ്പോൾ ഈ എഡ്ജുകളിൽ സ്നാപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എഡ്ജും പോയിൻറ്റും ഒരുമിച്ച് നമുക്ക് സ്നാപ്പ് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ വെർട്ടെക്സ് ഏതൊക്കെയാണോ ഒരുമിച്ച് വേണ്ടതെല്ലാം ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ ഈ ക്യൂബ് ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. അതിനുശേഷം ജി പ്രസ് ചെയ്ത് എഡ്ജിലേക്ക് വരുന്നു. ജി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് നമുക്ക് വെർട്ടെക്സും സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫേസ് നോക്കാം. ഫേസ് എനേബിൾ ചെയ്തതിന് ശേഷം ഞാൻ ക്യൂബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഈ ക്യൂബ് ഈ ഫേസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് ടെമ്പററി ഈ സ്നാപ്പ് എനേബിൾ ചെയ്ത് നമുക്ക് കറക്റ്റ് ഫേസിൽ നമുക്ക് അലൈൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം മെഷിൽ ഒരു കോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് നടുക്കാണ് വന്നത്. കാരണം ഈ 3D കർസർ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ആയിരിക്കും കോൺ വരുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം 3D കർസർ സെലക്ട് ചെയ്തതിന് ശേഷം പുറത്ത് കൊണ്ടുവയ്ക്കുന്നു. ഇനി ഞാൻ ആക്ച്വലി 3D കർസറും നമുക്ക് വെർട്ടെക്സിൽ സ്നാപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ 3D കർസർ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്താൽ ആക്ച്വലി നമുക്ക് പോയിന്റിൽ സ്നാപ്പ് ചെയ്യാൻ പറ്റും. 3D കർസർ ആക്ച്വലി സെലക്ട് ബോക്സിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ 3D കർസർ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റും റൈറ്റ് ക്ലിക്ക് ഒരുമിച്ച് നോക്കിയാൽ 3D കർസർ സഡനായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്താൽ ഇനി നമുക്ക് വെർട്ടെക്സിൽ കറക്റ്റായിട്ട് കൊണ്ട് 3D കർസർ സ്നാപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കൊണ്ട് 3D കർസർ സ്നാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഒരു കോൺ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം കോണിൻ്റെ സൈസ് ഞാൻ സ്കെയിൽ ചെയ്യുന്നു. ഈ കോൺ എനിക്ക് കറക്റ്റായിട്ട് ഈ കോണിൻ്റെ അടിയിലുള്ള ഫേസ് ഇവിടെ കറക്റ്റായിട്ട് സ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫേസ് സ്നാപ്പ് ഓൺ ആക്കുന്നു. അതിനുശേഷം ഈ കോൺ മൂവ് ചെയ്ത് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്യുന്നു. പക്ഷേ ഈ ഫേസ് കറക്റ്റായിട്ട് അലൈൻ ചെയ്തില്ല. അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴേക്ക് വന്നതിന് ശേഷം അലൈൻ റൊട്ടേഷൻ ടു ടാർഗറ്റ് എനേബിൾ ചെയ്യുക. അതിനുശേഷം ജി പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക. കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഈ ഒരു സൈഡ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തതിന് ശേഷം അടുത്തേക്ക് വരുന്നു. ഈ സ്നാപ്പ് എനേബിൾ ചെയ്യാൻ കൺട്രോൾ പ്രസ് ചെയ്യുന്നു. ഷിഫ്റ്റ് ഡി ഇങ്ങനെ. ഇതാണ് സ്നാപ്പിങ്ങിൻ്റെ ബേസിക്സ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.